ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. ജമ്മു കാശ്മീരിലെ പഹൽഗാമ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെഴുകുതിരികൾ കത്തിച്ച് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ഭീകരവിരുദ്ധ പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. DCC നിർവാഹക സമിതി അംഗം KK സുരേഷ് കുമാർ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. സലിം തേക്കാട്ടിൽ, മാത്യു തടത്തിൽ, M സജീവൻ, ജോൺ ജോസഫ് തയ്യിൽ, തോമസ് കൈപ്പനാനിക്കൽ, പ്രവീൺ KD, ലൈസമ പനക്കൽ, ബിജു പുളിമൂട്ടിൽ, ബിപിൻ രാജ്, കൃഷ്ണൻകുട്ടി, സിനോ ആടിമാക്കൽ, പ്രസാദ് കൃഷ്ണൻ, അലി VP, നസീമ കാസിം തുടങ്ങിയവർ പ്രസംഗിച്ചു. ഈ ചടങ്ങിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീ ടി പി ചന്ദ്രൻ അവരെ ക്ഷണിച്ചുകൊണ്ട് ജനാധിപത്യ വിശ്വാസികളായ നാട്ടുകാരെ, വ്യാപാരികളെ, മാധ്യമപ്രവർത്തകരെ, ഒരു രാജ്യത്തെ നടുക്കിക്കൊണ്ട് കാശ്മീരിൽ വലിയ ഭീകരാക്രമണം ഉണ്ടായിരിക്കുകയാണ്. നമുക്കറിയാം, കോൺഗ്രസ് ഈ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും മതേതരത്വവും നിലനിർത്താൻ വേണ്ടി വലിയ വില കൊടുത്ത ഒരു പാർട്ടിയാണ്. അതിനുവേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ, രക്തസാക്ഷികളെ വരെ നൽകേണ്ടി വന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ഈ നടക്കുന്ന സംഭവത്തിൽ അപലപിച്ചുകൊണ്ട് രാജ്യവ്യാപകമായി AICC-യും സംസ്ഥാന തലത്തിൽ KPCC-യും ആഹ്വാനം ചെയ്ത പരിപാടിയുടെ ഭാഗമായാണ് ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലും ഇത്തരത്തിൽ ഒരു പ്രതിജ്ഞ ചൊല്ലുന്നത്. 26 നിരപരാധികളായ ടൂറിസ്റ്റുകളെ നിർദാക്ഷിണ്യം കൊന്നൊടുക്കുന്ന ഈ നടപടി രാജ്യം മാത്രമല്ല, ലോകരാജ്യങ്ങൾ പോലും അപലപിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. സംസാരിക്കുന്നതിനുമായി DCC എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീ സുരേഷ് മാസ്റ്ററെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സ്നേഹധന്യരായ തൊഴിലാളി സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്തെ നടുക്കിയ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം കാശ്മീരിൽ നടന്നത്. ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി ഒന്നിച്ചു നിന്ന് ഭീകരവാദ പ്രവർത്തനത്തിനെതിരെ ഒന്നിച്ച് ഈ രാജ്യം ഒറ്റക്കെട്ടാണ് എന്ന് ഏക മനസ്സോട് പറയേണ്ട ഒരു സന്ദർഭമാണിന്ന്. ഒരുപക്ഷെ ഇന്ന് ചെറുപുഴ പഞ്ചായത്തിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിലൊക്കെ പരിപാടികൾ, നമ്മുടെ ഘോഷയാത്രയടക്കം ഇവിടെ നടന്നു. ഞാൻ പ്രിയപ്പെട്ട പഞ്ചായത്ത് അധികാരികളോടും അതും ബന്ധപ്പെട്ടവരോടൊക്കെ പറയുന്നത്, ആ പരിപാടികളിലൊക്കെ നമ്മുടെ മനസ്സ് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടാണ്. നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും ഒരു രാജ്യം നേരിടാൻ വന്നാൽ അവിടെ ഒരേ മനസ്സോടുകൂടി ഇന്ത്യയിലെ ജനങ്ങൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കും. ആ ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ് ഈ ഒരു സന്ദർഭമെന്ന് ഞാൻ വളരെ വിനയപരിസരം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയും അതുപോലെ ഇന്നലെ കാശ്മീരിൽ ഉണ്ടായിരുന്ന കേരളത്തിലെ MLA-മാർ ശ്രീ T സിദ്ദിഖും മുകേഷൊക്കെ കേരള നിയമസഭാ സമിതിയുടെ ഒരു പരിപാടിയുമായി അവർ കാശ്മീരിലുണ്ടായിരുന്നു. ആ കാശ്മീരിലുണ്ടായിരുന്ന എല്ലാ ജനപ്രതിനിധികളും ഒരു മനസ്സോടുകൂടി ഇന്നലെ പാകിസ്ഥാന്റെ ഭീകരാക്രമണത്തിനെതിരെ പ്രതിഷേധിക്കാനും അവിടെ കൊല്ലപ്പെട്ടവരുടെ വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുന്നതിനും അവർ നമ്മുടെ കൂടി ഉണ്ടായിരുന്നു. നമ്മളിത് വളരെ ഗൗരവത്തോടുകൂടി കാണണം. പാകിസ്ഥാന്റെ ഭീകരവാദം നമ്മൾ ചെറുതായി കണ്ടുകൂടാ. കാരണം ഏതെങ്കിലും ഒരു പട്ടാളക്കാർക്ക് നേരെ അല്ലെങ്കിൽ സൈനികർക്ക് നേരെയല്ല അക്രമം ഉണ്ടായത്. നമ്മുടെ പാവപ്പെട്ട വിനോദസഞ്ചാരികൾ, കാശ്മീർ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രമാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഇന്ത്യയിലെ കേന്ദ്രമാണ് കാശ്മീർ. ആ കേന്ദ്രത്തെ തകർക്കുന്ന രീതിയിലാണ് ഇന്നലെ നമ്മുടെ രാജ്യത്ത് പാകിസ്ഥാൻ ഭീകരവാദികൾ, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സഹായത്തോടുകൂടി ഭീകരവാദികൾ ഇന്നലെ അവിടെ കടന്നാക്രമണം നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രത്തിൽ. നമ്മളത് കണ്ടില്ല, നമ്മളത് വായിച്ചു. ജമ്മു കാശ്മീരിലെ പഹൽഗാമിലെ നമ്മുടെ സഹോദരങ്ങൾ വിനോദയാത്രയ്ക്ക് പോയ ആ സഹോദരങ്ങളെ കൊടും ഭീകരവാദികൾ, പാകിസ്ഥാന്റെ സപ്പോർട്ടോടുകൂടി കൊടും ഭീകരവാദികൾ വധിക്കുകയുണ്ടായി. അവർ വധിക്കുമ്പോഴും അവരുടെ മതവും അതുപോലെ തന്നെ പേരും അന്വേഷിച്ചുകൊണ്ട് ഈ ലോകരാഷ്ട്രങ്ങളെ ലജ്ജിപ്പിക്കുന്ന രീതിയിലേക്കാണ് ഭീകരവാദികൾ അവിടെ താണ്ഡവമാടിയത്. ഓരോ അമ്മമാരുടെയും കണ്ണീരിന്റെ പ്രതികാരം ചെയ്യാതിരിക്കില്ല ഇന്ത്യൻ
മിലിറ്ററി എന്നുള്ള കാര്യത്തിൽ നമുക്ക് പ്രത്യാശിക്കാം. ഇതുപോലുള്ള ഭീകരവാദ പ്രസ്ഥാനത്തെ രാജ്യത്ത് നിന്നും തുടച്ചു നീക്കുക, അതുപോലെ തന്നെ ലോകത്ത് തന്നെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ രാജ്യത്തെ ആഹ്വാനം എമ്പാടും ഇതുപോലുള്ള ഭീകരവാദ വിരുദ്ധ സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തുന്നത്. പരിപാടിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതിനും ഭീകരവാദത്തിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു. ഭീകരവാദം മനുഷ്യരാശിക്ക് ഭീഷണിയാണെന്നും അത് നമ്മോടൊന്നിച്ചുള്ള സംസ്കാരത്തെയും സമാധാനത്തിനെയും തകർക്കാൻ ശ്രമിക്കുന്നതാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഭീകരവാദത്തിനെതിരെ ഞാൻ എപ്പോഴും ജാഗ്രത പാലിക്കും. ഇതിന്റെ ദുഷ്പ്രഭാവങ്ങളെ മറികടക്കാനും ശാന്തിയും ഐക്യവും നിലനിർത്താനും വേണ്ടി ഞാൻ എന്റെ പങ്ക് വഹിക്കും. ജമ്മു കാശ്മീരിലെ പഹൽഗാമ ഭീകരാക്രമണത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. മാനവ സൗഹാർദ്ദവും ഇന്ത്യയുടെ മതേതരത്വവും തകർക്കുന്ന ഭീകരവാദം ഇല്ലായ്മ ചെയ്യാൻ ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ ഈ രാജ്യത്തിന് വേണ്ടി പ്രയത്നിക്കും. ഭീകരവാദമില്ലാത്ത ഒരു ഇന്ത്യക്ക് വേണ്ടി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഭീകരവാദമില്ലാത്ത ഒരു ഇന്ത്യക്ക് വേണ്ടി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഭീകരവാദമില്ലാത്ത ഒരു ഇന്ത്യക്ക് വേണ്ടി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്. സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ NABH പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ISO സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ലാപ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ. ഫോൺ 9400 062 912.